അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വ്യാഴാഴ്ച ദിവസത്തെ ഓർഡറും കാര്യങ്ങളും കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാം. വ്യാഴാഴ്ച രാവിലെ തന്നെ സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ബുധനാഴ്ച രാത്രി തന്നെ കാരയപ്പത്തിനുള്ള മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എന്നിട്ടിതാ രാവിലെ 6:30 മണിക്ക് തന്നെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചതിന് ശേഷം വേഗം നമ്മുടെ അരച്ച മാവിലേക്ക് എള്ളിട്ടിട്ടുണ്ടായിട്ടില്ല, അതൊക്കെ ഇളക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ പുറത്ത് തീ പറ്റിച്ചിട്ട് കാരക്കുയ്യൊക്കെ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് മാവ് ഒഴിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പം ശരിക്കും കാഞ്ഞിട്ടില്ല എണ്ണ. അങ്ങനെ കുറച്ച് ടൈം എടുത്തിട്ട് ഇതാ എണ്ണയൊക്കെ നല്ല ചൂടായിട്ടുണ്ട്. പിന്നെ കാരയപ്പം ഓരോന്നും ഒഴിച്ചെടുത്തിട്ട് ഇട്ടെടുക്കുന്നുണ്ട്. കാരയപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്സ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാൻ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഫോണിലൂടെയും പിന്നെ കമൻറ്റിലൂടെയും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഞാൻ സെയിൽ ചെയ്യുന്ന ഇതിൻ്റെ റേറ്റൊക്കെ, പിന്നെ ഇതേ റേറ്റ് എത്ര റേറ്റിനാണ് ഇത് കൊടുക്കാൻ പറ്റുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഓരോ ഐറ്റംസും ഞാൻ സെയിൽ ചെയ്യുന്ന എൻ്റെ നാട്ടിലെ റേറ്റ് പോലെ നിങ്ങളെ നാട്ടിൽ ആവുമോയെന്ന് എനിക്കറിയില്ല. ഓരോ നാട്ടിലും സാധനത്തിൻ്റെ വിലയൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിന് കണക്കായിട്ട് നിങ്ങൾക്കും വാങ്ങിയാൽ എന്തെങ്കിലും ലാഭം കിട്ടും. പിന്നെ നമ്മളെ നാട്ടിലെ സാധനത്തിൻ്റെ റേറ്റൊക്കെ വെച്ചിട്ടാണ് ഞങ്ങളതിൽ നിന്ന് ലാഭം എടുക്കുന്നത്. നിങ്ങൾ വാങ്ങുന്ന സാധനത്തിൻ്റെ റേറ്റൊക്കെ വെച്ചിട്ടായിരിക്കണം നിങ്ങൾ വിൽക്കുന്ന സാധനത്തിന് റേറ്റ് ഇടുന്നത്. എന്നാലേ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ലാഭം കിട്ടും. ഒരുവിധമുള്ള ഫ്രോസൺ ഐറ്റംസിനെല്ലാം 10 രൂപയാണ് ഞങ്ങൾ വാങ്ങുന്നത്. സ്പെഷ്യൽ ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 3 രൂപ 2 രൂപ ഒക്കെ കൂടും അതിൽ. പിന്നെ ഫ്രൈ ചെയ്താൽ അതിൻ്റെ കൂടെ ഒരു 3 രൂപ കൂടെ കൂട്ടിയിട്ട് വാങ്ങും. പിന്നെ ഈ കാജ കേക്ക് മറ്റേ കൊയലപ്പം ഇതിനൊക്കെ 250 240, പിന്നെ പീരിയഡൊക്കെ 300 അങ്ങനെയൊക്കെയാണ് വാങ്ങുന്നത്. നമ്മളെ നാട്ടിൽ തന്നെ പല റേറ്റിന് വിൽക്കുന്ന ആൾക്കാരും ഉണ്ട്. പിന്നെ ഞങ്ങളോട് തന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഈ റേറ്റിന് കൊടുത്താൽ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമോ, നിങ്ങൾക്ക് മുതലാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം ഒരുപാട് ലാഭം എടുക്കുന്നില്ലെങ്കിലും ഒരു കണക്കിനൊരു ലാഭം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഒരുപാട് പൈസക്കുള്ള മോഹമൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ അധികം ലാഭമൊന്നും ഞങ്ങൾ എടുക്കുന്നില്ല. പിന്നെ അങ്ങനെ ഇത് നമ്മുടെ വർത്താനത്തിൻ്റെ ഇടയ്ക്ക് കാരയപ്പമൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞാനിതാ വേഗം ഈത്തപ്പഴ കുംസും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഈത്തപ്പഴ കുംസിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ അതും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം, ഉണ്ടാക്കി നോക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഈത്തപ്പഴ കുംസാണ്. അങ്ങനെ ഈത്തപ്പഴ കുംസൊക്കെ ചുട്ടെടുത്തതിന് ശേഷം ഞാനിതാ ഇറാനി പോള ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. 2 ഈത്തപ്പഴ കുംസ് ഉണ്ടായിരുന്നു കേട്ടോ, അത് രണ്ടും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇറാനി പോള അതിൻ്റെ മസാലയൊക്കെ അതിൻ്റെ ഇടയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഇതാ ഞാൻ ഇറാനി പോളക്ക് വേണ്ടിയിട്ട് വേഗം ഒന്നാമത്തത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് അടച്ച് വെച്ചിട്ട് ഇതാ അതിൽ കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഡെക്കറേഷൻ ഉണ്ടെങ്കിൽ ഒരു ലുക്ക് ഉണ്ടാകും. അങ്ങനെ ഇതാ നമ്മുടെ ഇറാനി പോളയും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ 2 ഇറാനി പോളയും 2 ഈത്തപ്പഴ കുംസും പിന്നെ കാരയപ്പവും റെഡി ആയിട്ടുണ്ട്. ഇത് 3ഉം ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. രാവിലെ 8 മണിക്ക് വേണമെന്ന് പറഞ്ഞതാണ്. പിന്നെ അങ്ങനെ ഇത് വേഗം ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പരത്തുന്ന പണികളൊക്കെ തുടങ്ങാനുണ്ട്. അതിൻ്റെ ഇടയിൽ നാസ്തയൊക്കെ കഴിച്ച് പിന്നെ ഇതാ ഞാൻ സ്ഥിരം പരിപാടി കണ്ട് നിങ്ങൾക്ക് മടുത്തിട്ടുണ്ടാവുമല്ലേ. പിന്നെ കേക്ക് ചൂടുന്നത്. ഒരുപാട് പേര് കേക്ക് ചുട്ടിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കമൻ്റ് ഇടുന്നുണ്ട്. മാഷാഅല്ലാഹ് അൽഹംദുലില്ലാഹ്, ഒരുപാട് സന്തോഷം ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റിയെന്ന് പറഞ്ഞതിൽ. ഈ കമൻറ്റ് കണ്ടിട്ടുണ്ടായിനി കേക്ക് വലിപ്പത്തിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വേവുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അത് കേക്ക് തീമേൽ ഇടുമ്പോൾ തീ കുറച്ച് കൂട്ടുക. പിന്നെ അതിട്ടതിന് ശേഷം നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് പതിയെ കുക്ക് ചെയ്യണം. എന്നാലേ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ ഉള്ളൊക്കെ വേവൂ. തീ നല്ല സ്പീഡിൽ കൂട്ടിയിട്ട് വേവിച്ചാൽ അത് വേവൂല. അതുകൊണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ വേവാണ്ടിരിക്കുന്നത്. നമ്മളെ നാട്ടിലൊക്കെ വലിയ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ചടങ്ങൊക്കെ ഉണ്ട്. അതിലൊക്കെ നല്ല വലുപ്പത്തിലാണ് കേക്ക് ഉണ്ടാക്കൽ. പക്ഷെ ഉള്ളൊക്കെ നല്ല പോലെ വേവും. അങ്ങനെ കേക്കിൻ്റെ മാവൊക്കെ കുഴച്ച് അവിടെ വെച്ചതിന് ശേഷം ഞാനിതാ പിന്നെ കാജക്കും കൂടി കുഴച്ചെടുത്തിട്ട് അതൊക്കെ ഒന്ന് പരത്താൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഉച്ചക്ക് ചോറ് വയ്ക്കേണ്ട ടൈമായിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഞാനിതാ കല്ലുമ്മക്കായില്ലേ അത് റോസ്റ്റാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ചോറും ഗ്യാസിൻ്റെ മുകളിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ചോറ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. കല്ലുമ്മക്കായും റോസ്റ്റും ഏകദേശം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ അതും ഓഫാക്കി വെച്ച് പിന്നെ ഇതാ മാങ്ങക്കാലല്ലേ, മാങ്ങ ഇല്ലാണ്ട് എന്ത് ചോറല്ലേ. അങ്ങനെ ഇതാ പഴുത്ത മാങ്ങ മുറിച്ചിട്ട് അതിലേക്ക് കാന്താരി മുളകും ഉപ്പും സുർക്കയും കൂടെ കൂട്ടിയിട്ട് നല്ല പോലെ ഒന്ന് ഞെരടി എടുക്കും. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് സെറ്റ്
സെറ്റാക്കി ഒന്ന് കലക്കിയെടുത്താൽ നമ്മുടെ മാങ്ങ പൊടിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമൻറ്റിനൊക്കെ മാക്സിമം ഞാൻ റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അതൊക്കെ എൻ്റെ പണീൻ്റെ ഇടയിൽ തന്നെ റിപ്ലൈ കൊടുക്കുന്നതാണ്. പിന്നെ ആർക്കെങ്കിലും റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ സഹകരിക്കുക. കാരണം അത്രക്കും തിരക്കും ഓർഡറുമാണ്. ഇപ്പം സീസൺ ആയതുകൊണ്ട് ഹജ്ജിൻ്റെ ഒക്കെ. അങ്ങനെ ഇതാ ഞാൻ മീൻ കറിയും ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അത് രാവിലത്തെ കറിയാണ്. ഓലമീനിൻ്റെ കറി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഉച്ചയ്ക്ക് പിന്നെ എളുപ്പമായി. അങ്ങനെ ഞാൻ കാജയൊക്കെ വേഗം പരത്തിയിട്ട് റോളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നല്ല ഓലമീൻ കറിയും കല്ലുമ്മക്കായ ഫ്രൈയും പിന്നെ മാങ്ങ പൊടിച്ചതും കൂട്ടിയിട്ട് ഒരു പിടുത്തങ്ങ് പിടിച്ച്. മാഷാഅല്ലാ, വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേർ ഓർഡർ തരാൻ വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട്. എല്ലാ ഓർഡറും എടുക്കാൻ വേണ്ടി കഴിയാത്തതിൽ ഒരുപാട് വിഷമമുണ്ട്. എന്നാലും എന്നാൽ കഴിയുന്നതൊക്കെ ഓർഡർ എടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞങ്ങളോട് സഹകരിക്കുക. കാരണം ഇപ്പോൾ ഒരുപാട് ഓർഡർ വരുന്ന ടൈം ആയതുകൊണ്ടാണ് എടുക്കാൻ പറ്റാത്തത്. ഒരാഴ്ച മുന്നേ ബുക്ക് ചെയ്തവർക്കെല്ലാം ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ 5, 6, 7 ഒക്കെ ഞങ്ങൾക്ക് കല്യാണമുണ്ട്. അതുകൊണ്ട് ആ 3 ദിവസവും അങ്ങനെ പോയി. പിന്നെ അതിന് മുന്നേ വരെയൊക്കെ ഇവിടെ ഓർഡർ ഫുള്ളാണ്. പിന്നെ ഇൻഷാ അല്ലാഹ് ഇനി 7-ാം തീയതിക്ക് ശേഷം മാത്രമേ ഓർഡർ എടുക്കൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ.